ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റം എങ്ങനെ ഉണ്ടാകും എന്നതിനെ പറ്റിയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. 2026 ജൂൺ 4 മുതൽ കർക്കടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ശുഭമായതും അശുഭമായതുമായ ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചിങ്ങൻ രാശി കാലപുരുഷൻ്റെ 5ാം രാശിയാണ്. ഈ രാശിയുടെ അധിപനായ സൂര്യൻ ശുക്രൻ്റെ മിത്രഗ്രഹമല്ല. അതുകൂടാതെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ചിങ്ങൻ രാശിയിൽ കേതുവിൻ്റെ സ്ഥിതി കൂടിയുണ്ട്. കേതുവാണെങ്കിൽ ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ കാരകൻ തന്നെയാണ്. എങ്കിലും കേതു ഏത് ഗ്രഹത്തിൻ്റെ കൂടെയാണോ ചേരുന്നത് ആ ഗ്രഹത്തിൻ്റെ നന്മയെ കുറച്ച് കളയുമെന്നാണ് പറയുക. അതൊരു നെഗറ്റീവായ കാര്യം തന്നെയാണ്. ശുക്രനാണെങ്കിൽ ഭൗതിക സുഖങ്ങളുടെയും ആഡംബരത്തിൻ്റെയും പിന്നെ ദാമ്പത്യത്തിൻ്റെയും ആഡംബര വാഹനങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും ഒക്കെ കാരകഗ്രഹമാണ്. വീട്, വാഹനം, വീട് മോടി പിടിപ്പിക്കൽ എല്ലാം ശുക്രൻ തന്നെയാണ്. കേതു കൂടെ നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ മങ്ങലേൽപ്പിക്കും എന്ന് വേണം പറയാൻ. ഓഗസ്റ്റ് 1 വരെയാണ് ശുക്രൻ കേതു സംയോഗം. ഈ കാലഘട്ടത്തിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നത് നോക്കാം നമുക്ക്. ശുക്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷറിയുടെ കാരകനാണ്. അതേപോലെ പ്രണയത്തിൻ്റെയും അധികാരി ശുക്രൻ തന്നെയാണ്. കേതുവാണെങ്കിൽ സന്യാസത്തിൻ്റെയും ആത്മീയതയുടെയും എന്നിലെ ഞാൻ ആരാണെന്ന് ചിന്തിപ്പിക്കുന്ന, എന്നിലെ ഞാൻ ആരാണ് എന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രഹമാണ് കേതു. ഈ 2 ഗ്രഹങ്ങളും വ്യത്യസ്ത കോണുകളിലുള്ള ഗ്രഹങ്ങളാണ്. കേതുവിന് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ യോഗം ചെയ്താലും അതിൻ്റെ ശക്തിയെ നഷ്ടപ്പെടുത്തുവാനുള്ളൊരു കഴിവ് കേതുവിനുണ്ട്. ശുക്രൻ്റെ ഭൗതികമായതും ആഡംബരമായതുമായ ജീവിത സുഖങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ശക്തി കുറയ്ക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് വേണം ഇതിനെ നമ്മൾ കണക്കാക്കാൻ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം അടങ്ങിയ മേടൻ രാശിക്കാർക്ക് ഇവരുടെ 5ാം ഭാവത്തിലാണ് ശുക്രകേതു സംയോഗം ഉണ്ടാകുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2-7 ഭാവാധിപനായ ശുക്രൻ 5ാം ഭാവത്തിലെ സ്ഥിതി സന്താനങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കാനൊക്കെ ഇടവരുത്തും. മറ്റുള്ളവർ അഭിനന്ദിക്കാനൊക്കെ ഇടവരും. വീട് കെട്ടാനൊക്കെ ശ്രമിക്കുന്നവർക്ക് വീട് കെട്ടാനൊക്കെ സാധിക്കുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠന വിഷയവുമായി അഭിനന്ദനങ്ങളൊക്കെ ഉണ്ടാകും. അവരെപ്പറ്റി നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഇടവരും. കലകളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരും. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കാണെങ്കിൽ വരുമാനം വർദ്ധിച്ചു തന്നെ നിൽക്കും. മാനസികമായി വളരെ സന്തോഷം അനുഭവിക്കാനൊക്കെ കഴിയും. ഈ രാശിക്കാർക്ക് ഭൗതികമായ കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതേപോലെ ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിച്ചു തന്നെ നിൽക്കും. യോഗ, ധ്യാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് സമയം കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യും. പിന്നെ ആത്മീയപരമായതും മതപരമായതുമായ യാത്രകളും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ടാകും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ അവസാന പകുതി ഭാഗം. ഈ രാശിക്കാരുടെ സുഖസ്ഥാനമായ 4ാം ഭാവത്തിലാണ് ഈ പറഞ്ഞ 2 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. വീട്, വാഹനം എന്നിവയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മാതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങളൊക്കെ കിട്ടുന്ന കാലഘട്ടം തന്നെയാണ്. എങ്കിലും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. ഈ കാലഘട്ടത്തിൽ കടം കൊടുക്കൽ വാങ്ങലിന് ഉചിതമായ സമയമല്ല. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടുള്ള ലോണൊക്കെ എടുക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമല്ല. പേര്, പ്രശസ്തി, പെരുമ ഒക്കെ കിട്ടും. എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങളുള്ളൊരു സമയക്കാലം തന്നെയാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പിന്നെ രോഗശാന്തിയൊക്കെ ഉണ്ടാകും. അടുത്തത് മിഥുനരാശിയാണ്. മിഥുനരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ
മകീരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 12-ാം ഭാവത്തിൻ്റെയും 5-ാം ഭാവത്തിൻ്റെയും ഒക്കെ ആധിപത്യമാണുള്ളത്. മിഥുനരാശിക്കാരുടെ 3-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ്റെയും കേതുവിൻ്റെയും സഞ്ചാരം. എല്ലാവിധ പരിശ്രമത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ കാരകങ്ങൾ അടങ്ങിയ ഭാവമാണിത്. മിഥുനൻ രാശിക്കാർക്ക് ധനപരമായ പുഷ്ടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ചിലവുകൾ വളരെയധികം നിയന്ത്രണാതീതമായിട്ടൊക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. എല്ലാ ധനപരമായ ഇടപാടുകളിലും ഒരു നിയന്ത്രണമൊക്കെ ആവശ്യം തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെന്നാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വില കൂടുതലുണ്ടാകുന്ന സമയമായിരിക്കും. അതുവഴി ചിലവുകൾ ഉണ്ടാകാനും സാധ്യതയേറെ ഉള്ളൊരു സമയമാണ്. സഹോദര ഗുണം ഏറി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടകൂടിയുണ്ട്. അതേപോലെ തന്നെ കരാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ധാരാളം ഗുണകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെ. പൊതുവെ മിഥുനൻ രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഗുണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. അടുത്തത് കർക്കിടകൻ രാശിയാണ്. പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് 4-11 ഭാവാധിപനായ ശുക്രൻ കർക്കിടകൻ രാശിയുടെ ദ്വിതീയ ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ 2 ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് ഈ രാശിക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാനൊക്കെ കഴിയുന്ന സമയം തന്നെയാണ്. പ്രത്യേകിച്ച് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ ബ്യൂട്ടി പാർലർ, സിനിമ, സംഗീതം ഇതുപോലുള്ള എല്ലാ കലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങളുള്ളൊരു സമയം തന്നെയാണ്. പിന്നെ ആഡംബര വസ്തുക്കൾ വിൽക്കുന്നവർ, ഫാൻസി സ്റ്റോർ നടത്തുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. സാഹിത്യ പ്രവർത്തനം ചെയ്യുന്നവർക്കും അവരുടെ വർക്ക് മറ്റുള്ളവർ പെട്ടെന്ന് നോട്ട് ചെയ്യുകയും, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ അത് പെട്ടെന്ന് വൈറലാകാനും ഒക്കെ അനുകൂലമായൊരു കാലഘട്ടം തന്നെയാണ്. പ്രസിദ്ധ കലകളുമായി ബന്ധപ്പെട്ടവർ, ആത്മീയ പ്രഭാഷകർ എന്നിവർക്ക് ഗുണകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. 2-ാം ഭാവത്തിലെ കേതു ഈ കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായ ഫലങ്ങൾ തന്നെയാണ് തരുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഹീലർമാർ, വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഗുണാനുഭവങ്ങൾ ഏറി നിൽക്കുന്നൊരു സമയം തന്നെയാണ്. കയ്യിൽ ധാരാളം പണമൊക്കെ വരും. നമ്മൾ ഒരു കാര്യത്തിനായി മാറ്റിവെച്ച പണം പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യത്തിനായിട്ടൊക്കെ ചിലവായി പോകുന്നൊരു കുഴപ്പം കൂടി ഈ രാശിക്കാർക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിലാണ് ഈ 2 ഗ്രഹങ്ങളുടെയും സംയോഗം ഉണ്ടാകുന്നത്. ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങിയതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഒട്ടും ഇഷ്ടമല്ലാത്ത, അനുകൂലമല്ലാത്ത ഒരു രാശിയാണ് ചിങ്ങൻ രാശി. ഇവിടെ കേതുവുമായി യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്കിൻ അലർജി, പിന്നെ വെളുത്ത നിറത്തിലുള്ള പാടുകളൊക്കെ വരാനുള്ള സാധ്യത ഏറെയുള്ളൊരു സമയം തന്നെയാണ്. വളരെയേറെ നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യും. അതായത് ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൂടുതലായി കാണിക്കാനുള്ള സാധ്യത ഏറെയുണ്ടാകും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനുരാഗം കുറഞ്ഞു പോകാനും പിന്നെ എക്സ്ട്രാ റിലേഷൻഷിപ്പിനൊക്കെ സാധ്യത ഏറെ ഉള്ളൊരു കാലമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ മാറി താമസിക്കുന്നവർക്കാണെങ്കിൽ വലിയതായി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വല്ലപ്പോഴും കാണുന്നവർക്ക് പ്രശ്നമില്ല. അല്ലാതെ കൂടെ തന്നെ ഒരുമിച്ച് താമസിക്കുന്നവർക്കിടയിൽ ചില അലോസരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. ഈ സമയത്ത് മറ്റുള്ളവരുമായി ആകർഷണമുണ്ടാകാനുള്ള സാധ്യത ഏറെ ഉള്ളൊരു സമയമാണ്. ശുക്രൻ കേതുവുമായി യോഗം ചെയ്തു നിൽക്കുന്നത് കുടുംബജീവിതത്തിന് ഒട്ടും ഗുണകരമല്ല, മറിച്ച് മറ്റു ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഈ സമയം പ്രാർത്ഥന വളരെയേറെ ഗുണം ചെയ്യും. ശിവക്ഷേത്ര ദർശനം, ഉമാമഹേശ്വര ദർശനമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാനുള്ള താല്പര്യമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. ഭക്ഷണ കാര്യങ്ങളിൽ ഈ സമയത്ത്
ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. ചിലർ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യും. ഫുഡിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു മാറ്റമോ ഡയറ്റോ ഒക്കെ ഈ സമയത്ത് ഇവർ ഉണ്ടാക്കും. ഈ ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവായി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയം തന്നെയാണ് കണക്കാക്കേണ്ടത്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യത്തെ അരഭാഗം വരുന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 12ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ്റെയും കേതുവിൻ്റെയും ഒക്കെ സംഗമം. ശുക്രൻ്റെയും കേതുവിൻ്റെയും സഞ്ചാരകാലം ഈ രാശിക്കാരെ സംബന്ധിച്ച് ചെലവുകൾ വർദ്ധിക്കുന്നൊരു സമയമായിട്ടാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ ആ സാധനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലധികം വില ഉണ്ടാവുകയും പിന്നെ പ്രതീക്ഷിച്ച വസ്തു കിട്ടാതെ അധിക വില കൊടുത്തൊക്കെ വേറെ സാധനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഇടയുണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഏറെ ഉള്ളൊരു സമയമാണ്. പിന്നെ കുടുംബജീവിതത്തിൽ എടുത്തു പറയാനുള്ളത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാവുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടിയുള്ള വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. മൊത്തത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ഉള്ളൊരു സമയമാണ്. ജോലി നിമിത്തമൊക്കെ പിരിഞ്ഞു താമസിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ അത്ര ബാധിക്കുകയില്ല. ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് കേതു ശുക്ര സംയോഗത്തിൻ്റെ ബലം കൂടുതലായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. കുടുംബത്തിനുള്ളിൽ സമാധാനം കുറഞ്ഞു പോകുന്ന സമയമാണ്. പെട്ടെന്നുള്ള ആകർഷണം കൊണ്ട് പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുവാനുള്ള സാധ്യത ഏറെയാണ്. സെൽഫ് കൺട്രോൾ ആവശ്യമായ ഒരു സമയം തന്നെയാണ്. പിന്നെ ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ, വിദേശത്തു നിന്നുള്ള പണമിടപാടുകൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. പല വഴികളിലൂടെ പണമൊക്കെ വരുമെങ്കിലും കിട്ടിയ പണം മുഴുവൻ തീർക്കുകയും അതിൻ്റെ കൂടെ കുറച്ച് കടം കൂടി വാങ്ങി ചെലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി വരാം. ഇവർ ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ആത്മസംയമനം പാലിക്കേണ്ട സമയവുമാണ്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. ചീത്തപ്പേര് കേൾക്കാനുള്ള യോഗമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്തത് തുലാൻ രാശിയാണ്. തുലാൻ രാശിക്കാരായ നക്ഷത്രക്കാരാണ് ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം വരുന്ന തുലാൻ രാശിക്കാർക്ക് ഇവരുടെ രാശിയുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം. വളരെ നല്ല ഒരു സമയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് വീട്, വാഹനം, ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ, ആഡംബര യാത്രകൾ, നേരത്തെ തീരുമാനിച്ചു വെച്ച ശുഭമായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായി നടന്നു കിട്ടുന്ന ഒരു സമയക്കാലമാണ്. കലാപരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാനും അതുമൂലം മറ്റുള്ളവർ ഇവരെ ശ്രദ്ധിക്കുകയും ആദരിക്കപ്പെടാനും ഒക്കെ നല്ല ഒരു സമയം തന്നെയാണ്. സുഖലോലുപരായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. സമ്പത്ത് വർദ്ധിക്കും. സർവ അഭിഷ്ടങ്ങളും നടന്നു കിട്ടും. തുലാൻ രാശിക്കാർക്ക് 11ാം ഭാവത്തിലിരിക്കുന്ന ശുക്രൻ വളരെ നല്ല, ഏറ്റവും ഗുണാനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക്. അടുത്തത് വൃശ്ചികൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചികൻ രാശിക്കാരുടെ 10ാം ഭാവത്തിലൂടെയാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സഞ്ചാരം. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഉയർന്ന ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രമോഷനൊക്കെ സാധ്യത ഏറെയുള്ളൊരു സമയമാണ്. പ്രമോഷന് സാധ്യത ഇല്ലാത്തവർക്ക് അതിന് തക്കതായ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ശമ്പള കുടിശ്ശികയായിട്ട് കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാൻ സാധ്യത ഏറെ ഉള്ളൊരു സമയം തന്നെ. ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ ബിസിനസ്സിനെ ആരംഭിക്കുകയും അതിന് തക്കതായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇടവരും. വലിയ വലിയ കമ്പനികളുടെ ഫ്രാഞ്ചൈസിയൊക്കെ എടുക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവയെല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു കിട്ടും. കരിയർ സംബന്ധിച്ച് എടുത്തു പറയാനും താഴെക്കിട ജോലി ചെയ്യുന്നവർക്കും ശരി, തലപ്പത്ത് ഇരിക്കുന്നവരാണെങ്കിലും ശരി, എല്ലാവർക്കും വളരെ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അതേപോലെ തന്നെ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് യാത്രകൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു കിട്ടുന്നതാണ്. ഒന്നിൽ കൂടുതൽ ജോലികൾ മൂലം അഡീഷണൽ വരുമാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്.
ശുഭകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയം തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ രാശിക്കാർ വളരെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ധനുരാശിക്കാർക്ക് 9-ാം ഭാവത്തിലൂടെയാണ് ഈ 2 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. വളരെ ഭാഗ്യമുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ നിങ്ങളെയൊക്കെ തേടിയെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ പ്രകാരം നടക്കാനും ആ കാര്യങ്ങൾ അനുഭവയോഗ്യമാകുവാനുമായി ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. ശുക്രൻ്റെ കൂടെ തന്നെ കേതു ഉള്ളതുകൊണ്ട് കയ്യിൽ കിട്ടിയത് വായിലെത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇഷ്ടദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും ഒക്കെ പ്രീതിപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ വളരെയേറെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ പിതാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പരമ്പരയായിട്ടുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുകയും തക്ക സമയത്ത് ചികിത്സ ലഭിക്കുകയും ഒക്കെ ചെയ്യും. ചികിത്സ കൊണ്ട് ഫലം കാണുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് സ്ഥാപനത്തിലെ ജോലിക്കാരെ കൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയക്കാലം തന്നെയാണ്. അടുത്തത് മകരരാശിയാണ്. മകരൻ രാശിയിൽ വരുന്ന ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം, തിരുവോണം, ആവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ചേരുന്ന മകരൻ രാശിക്കാർക്ക് ഇവരുടെ അഷ്ടമഭാവത്തിലൂടെയാണ് ഈ 2 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. ഈ ഭാവത്തിൻ്റെ പ്രത്യേകത നിഗൂഢതയാണ്. അതുപോലെ കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും. നേരത്തെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആരോഗ്യകാര്യത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ കണ്ടുപിടിക്കപ്പെടാനും ചികിത്സകൾ നടത്താനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് കുംഭരാശിയിൽ വരുന്ന അവിട്ടം അവസാന പകുതിയും ചതയം പൂരോരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗവും വരുന്ന കുംഭൻ രാശിക്കാർക്ക് 7-ാം ഭാവത്തിലൂടെയാണ് ഈ 2 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട യാത്രകളൊക്കെ തരപ്പെട്ട് കിട്ടും. വിദേശത്തൊക്കെ ജോലി നോക്കുന്നവരോ വിദേശത്ത് താമസിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അനുകൂലമായ സമയമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയൊക്കെ ശരിയായി കിട്ടും. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുക, കർമ്മരംഗത്തുള്ളവർക്ക് പ്രമോഷൻ എന്നിവയൊക്കെ കിട്ടാനുള്ള കാലഘട്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഇടകൂടിയുണ്ട്. ഈ രാശിയിൽപ്പെടുന്ന ചിലർ നിയമപരമായി ബന്ധം പിരിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിയമപരമായി ബന്ധം പിരിഞ്ഞു കിട്ടും. ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ ബന്ധങ്ങൾ വന്നു ചേരാനും ഉള്ള സാധ്യത ഏറെയുണ്ട്. എതിർ ലിംഗക്കാരോടൊക്കെ അടുത്തിടപഴകുന്നവർ ഒരു മുൻകരുതൽ ആവശ്യമാണ്. കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി അലർജി, സ്കിൻ പ്രോബ്ലം വരാനുള്ള സാധ്യത ഏറെയുണ്ട്, ശ്രദ്ധിക്കണം. അടുത്തത് മീനരാശിയാണ്. പൂരോരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനൻ രാശിക്കാരുടെ 6-ാം ഭാവത്തിലാണ് ഈ 2 ഗ്രഹങ്ങളുടെയും സഞ്ചാരം. അതായത് ശുക്രനും കേതുവും വരവും ചെലവും ഒരുപോലെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. കൂട്ടുകാരുടെ ഇടയിൽ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതായത് കൂടെ നിന്നുകൊണ്ട് തന്നെ പാരവയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. കൂട്ടുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര ഗുണകരമായിട്ടുള്ളതായിരിക്കില്ല. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധാരാളം നേട്ടങ്ങളുള്ള ഒരു സമയം തന്നെയാണ്. കർമ്മരംഗത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾക്കുള്ള യോഗവും കൂടി ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ പറയുകയാണെങ്കിൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായ ഒരു മാറ്റമാണ് ഉണ്ടാവുക. പൊതുവെ ശുക്രനും കേതുവും ഒന്നിച്ചു നിൽക്കുന്നത് ഗുണപ്രദമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ഭഗവാന് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ഉമാമഹേശ്വര അർച്ചന ചെയ്യുന്നതും ഭഗവാന് അഭിഷേകം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. കൂടാതെ ഓം ക്രീം നമഃശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.